ഹായ് ഹലോ, ഇന്ന് നമുക്ക് 2 മുട്ട ഉപയോഗിച്ചുകൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. നോമ്പ് തുറക്കുമ്പോഴൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അതിനായിട്ട് ആദ്യം തന്നെ ഒരു ബ്രെഡിലേക്ക് 2 ടേബിൾ സ്പൂണോളം പാല് ചേർത്ത് കൊടുത്തിട്ടൊന്ന് കുതിർത്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായി കട്ട് ചെയ്തതും വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് ചതച്ചതും പിന്നെ ഇതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങൊന്ന് പുഴുങ്ങി എടുത്തതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് 2 മുട്ട ഒന്ന് പുഴുങ്ങിയിട്ട് അത് ഗ്രേറ്റ് ചെയ്തിട്ടൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിലേക്ക്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് പൊടികളായിട്ട് 1 ടീസ്പൂണോളം കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്കിത് ഓരോ ഉരുളകളാക്കിയിട്ട് ഷേപ്പാക്കി എടുക്കാം. അങ്ങനെ എല്ലാം ഇവിടെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം കേട്ടോ. ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് മൈദ ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു ബാറ്ററാക്കി എടുക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഓരോ ബോൾസ് ഉണ്ടല്ലോ, അത് ആദ്യം ബാറ്ററിൽ മുക്കുക. അതിന് ശേഷം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ എല്ലാം ചെയ്തെടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഭാഗം ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. രണ്ട് സൈഡും മുരിഞ്ഞ് കിട്ടുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അതുപോലെ തന്നെ ഇത് മുട്ട ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ടേസ്റ്റും ഭയങ്കരമാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുതേ. എന്നിട്ട് ഓൾ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്യണം. അപ്പോഴാണ് ഞാനിട്ട് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ബൈ.